ജോബ് 37 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇതെൻ്റെ ഹൃദയത്തെ വിറകൊള്ളിക്കുന്നു, സ്വസ്ഥാനത്ത് നിന്ന് അതിളകി പോകുന്നു. അവിടുത്തെ ശബ്ദത്തിൻ്റെ മുഴക്കവും അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾക്കുമേ. അവിടുന്ന് അത് ആകാശം മുഴുവൻ വ്യാപിക്കാൻ ഇടയാക്കുന്നു. മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അയക്കുന്നു. പിന്നെയും അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. അവിടുത്തെ മഹിമയേറിയ നാദം കൊണ്ട് ഇടിമുഴക്കുന്നു. തൻ്റെ നാദം മുഴങ്ങുമ്പോൾ അവിടുന്ന് മിന്നലുകളെ തടയുന്നുമില്ല. അവിടുത്തെ നാദം കൊണ്ട് അവിടുന്ന് അത്ഭുതകരമായി ഇടിമുഴക്കുന്നു. നമുക്ക് അഗ്രഹ്യമായ വൻ കാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു. ഹിമത്തോട് ഭൂമിയിൽ പതിക്കുക എന്നും മഴയോടും പെരുമഴയോടും ശക്തമായി വർഷിക്കുക എന്നും അവിടുന്ന് പറയുന്നു. തൻ്റെ കരുത്തിൻ്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യപ്രയത്നത്തിന് മുദ്ര വയ്ക്കുന്നു. വന്യമൃഗങ്ങൾ തങ്ങളുടെ സങ്കേതങ്ങളിൽ പ്രവേശിക്കുന്നു, അവിടുത്തെ തന്നെ വസിക്കുകയും ചെയ്യുന്നു. ചുഴലിക്കാറ്റ് തൻ്റെ അറയിൽ നിന്ന് വരുന്നു, ചിതറിക്കുന്ന കാറ്റിൽ നിന്ന് തണുപ്പും. ദൈവത്തിൻ്റെ നിശ്വാസത്താൽ മഞ്ഞുകട്ട ഉണ്ടാകുന്നു, സമുദ്രം ഉറഞ്ഞു കട്ടയാകുന്നു. അവിടുന്ന് നീരാവി കൊണ്ട് നിറച്ച മേഘങ്ങളെ സാന്ദ്രമാക്കുന്നു. മേഘങ്ങൾ അവിടുത്തെ മിന്നലുകളെ ചിതറിക്കുന്നു. അവിടുത്തെ കൽപ്പന നടത്താൻ വാസയോഗ്യമായ ഭൂമുഖത്ത് അവ അവിടുത്തെ നിയന്ത്രണത്തിൽ ചുറ്റി നടക്കുന്നു. മനുഷ്യൻ്റെ ശിക്ഷണത്തിന് വേണ്ടിയോ അവനോട് പ്രീതി കാണിക്കാനോ മണ്ണിനെ നനയ്ക്കാനോ അത് സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കുന്നു. ജോബെ, നീ കേൾക്കുക, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക. ദൈവം തൻ്റെ കൽപ്പനകളെ മേഘങ്ങളുടെ മേൽ വെച്ച് അതിൻ്റെ മിന്നലുകളെ പ്രകാശിപ്പിക്കുന്നുവെന്ന് നിനക്കറിയാമോ? ജ്ഞാനസമ്പൂർണനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ മൂലം മേഘങ്ങൾ എങ്ങനെ മുകളിൽ തങ്ങി നിൽക്കുന്നുവെന്ന് നിനക്കറിയാമോ? തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മരവിച്ചിരിക്കുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾ ചൂടുപിടിക്കുന്നതെങ്ങനെ? ലോഹദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ വിരിച്ചു നിർത്താൻ അവിടുത്തെ പോലെ നിനക്ക് സാധിക്കുമോ? അവിടുത്തോട് എന്തു പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരിക. അന്ധകാര നിമിത്തം എങ്ങനെ ഞങ്ങളുടെ ആവലാതി ബോധിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. എനിക്ക് സംസാരിക്കണമെന്ന് അവിടുത്തോട് പറയണമോ? നാശത്തിനെതിരായി ഇരുന്നിക്കണമെന്ന് ആരെങ്കിലും ഇച്ഛിക്കുമോ? കാറ്റടിച്ച് മേഘങ്ങൾ നീങ്ങുമ്പോൾ ആകാശത്ത് മിന്നിപ്രകാശിക്കുന്ന വെളിച്ചത്തെ നോക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. ഉത്തരദിക്കിൽ നിന്ന് സുവർണ ശോഭ വരുന്നു. ദൈവം ഭീതികരമായ മഹിമ ധരിച്ചിരിക്കുന്നു. സർവശക്തൻ നമുക്ക് അദർശ്യനാണ്. ശക്തിയിലും നീതിയിലും അവിടുന്ന് ഉന്നതനാണ്. അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ഭംഗം വരുത്തുന്നില്ല. ആകയാൽ മനുഷ്യൻ അവിടുത്തെ ഭയപ്പെടുന്നു. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവിടുന്ന് ഗണിക്കുന്നില്ല. ജോബ് 38 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിനെ ഉത്തരം നൽകി. അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവൻ ആരാണ്? പൗരുഷത്തോടെ നീ അരമുറുക്കുക, ഞാൻ നിന്നെ ചോദ്യം ചെയ്യും, നീ ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ്? നിശ്ചയമായും അത് നിനക്കറിയാം. അല്ലെങ്കിൽ അതിന് അളവ് നൂൽ പിടിച്ചതാര്? പ്രഭാത നക്ഷത്രങ്ങൾ ഗീതാലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അതിന് മൂലക്കല്ലിട്ടത് ആര്? ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകടച്ച് തടഞ്ഞവൻ ആര്? അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിരുട്ടിനെ അതിനെ ഉടയാടയുമാക്കി. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഇവിടം വരെ നിനക്ക് വരാം, അതിനപ്പുറം വരുത്. ഇവിടെ നിന്റെ ഉന്നതമായ തിരമാലകൾ നിൽക്കണം. ജീവിതം തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവരുടെ ഒളി സങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ? മുദ്ര കൊണ്ട് കളിമണ്ണ് എന്ന പോലെ അതിന് രൂപം തെളിയിക്കുകയും
വർണ്ണശബളമായ വസ്ത്രം പോലെ അത് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു, അവരുടെ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിൻ്റെ ഉറവുകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മൃത്യു കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അഗാധമായ അന്ധകാരത്തിൻ്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക. പ്രകാശത്തിൻ്റെ വസതിയിലേക്കുള്ള വഴി ഏത്? അന്ധകാരത്തിൻ്റെ പാർപ്പിടം എവിടെ? അങ്ങനെ അതിനെ അതിൻ്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ? നിനക്കറിയാമല്ലോ, നീ അന്നേ ജനിച്ചതല്ലേ. നിന്റെ ആയുസ് അത്രയ്ക്ക് ദീർഘമാണല്ലോ. പീഡനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നാളുകളിലേക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരുന്ന ഹിമത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയിൽ പ്രസരിക്കുന്ന പ്രകാശത്തിൻ്റെ ഉറവിടത്തിലേക്കും ഭൂമിയിൽ വ്യാപിക്കുന്ന കിഴക്കൻ കാറ്റിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുമുള്ള വഴി ഏത്? വിജനമായ മരുഭൂമിയിൽ മഴ പെയ്യിച്ച് ഉണങ്ങി വരണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച് അവിടെ പുല്ല് മുളപ്പിക്കുന്നതിന് മഴയുടെ ചാലുകൾ കീറിയതും ഇടിമിന്നലിൻ്റെ പാത ഒരുക്കിയതും ആര്? മഴയ്ക്കൊരു ജനയിതാവുണ്ടോ? മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാര്? ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകട്ട പുറപ്പെടുന്നു? ആകാശത്തിലെ നീഹാരത്തെ ആര് പ്രസവിക്കുന്നു? ജലം പാറ പോലെ ഉറച്ചു പോകുന്നു, ആഴിയുടെ മുഖം കട്ടിയാകുന്നു. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകരത്തിൻ്റെ ബന്ധനങ്ങൾ നിനക്കഴിക്കാമോ? നിനക്ക് രാശിചന്ദ്രത്തെ യഥാകാലം നയിക്കാമോ? സ്പതർഷി രാശിയെയും മക്കളെയും നിനക്ക് നയിക്കുമോ? ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ? നിനക്കത് ഭൂമിയിൽ പ്രയോഗിക്കാമോ? നീ വെള്ളത്തിൽ കുതിരിക്കുന്നവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ? ഇതാ ഞങ്ങളെന്ന് പറഞ്ഞ് പുറപ്പെടാൻ തക്കവണ്ണം മിന്നലുകളോട് നിനക്ക് കൽപ്പിക്കാമോ? ഈ ബീജന് ജ്ഞാനവും പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാണ്? പൊടി കട്ടിപിടിക്കാനും കട്ട ഒന്നോടൊന്ന് പറ്റിച്ചേരാനും ഇടയാകുമാറ് ആകാശത്തിലെ ജലസംഭരണികളെ ചെരിക്കാൻ ആർക്ക് കഴിയും? ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണാൻ ആർക്ക് കഴിയും? സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും ഗഹ്വരങ്ങളിൽ പതിയിരിക്കുമ്പോഴും നീ അതിന് ഇരയെ വേട്ടയാടി കൊടുക്കുമോ? സിംഹക്കുട്ടികളുടെ വിശപ്പടക്കുമോ? കുഞ്ഞുങ്ങൾ തീറ്റ കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നലയുന്ന കാക്കയ്ക്ക് തീറ്റ എത്തിച്ചു കൊടുക്കുന്നത് ആര്?